അതിതായിരുന്നു, അവന്റെ മൃത്യു ശിവപുത്രനാലായിരിക്കുമെന്ന്. അതേ ദേവി പാർവതി, ബ്രഹ്മദേവൻ വരദാനം നൽകിയതിനു ശേഷം താരകാസുരൻ ഉറപ്പും വാഗ്ദാനവും അദ്ദേഹം നൽകിയില്ലായിരുന്നുവെങ്കിൽ എന്റെ സുദർശനമോ മഹേശ്വരന്റെ തൃശൂലമോ അവന്റെ പരാക്രമങ്ങൾ എന്നോ അടക്കുമായിരുന്നു. അതുപോലെ അസുര നിഗ്രഹത്തിനായി ദേവപുത്രന്മാർ ബാല്യത്തിലെ താല്പര്യമുള്ളവരാകാൻ അഭ്യസിപ്പിക്കണം. ഇത്ര സമയം ഞാൻ ഇത് കേൾക്കാൻ ആഗ്രഹിക്കുകയായിരുന്നു. എല്ലാരും എന്നെ ബാലനായി കാണുന്നു. അമ്മ സ്നേഹം മൂലം അധികവും അങ്ങനെ തന്നെ കരുതുന്നു. ഇത് ശരിയാണ്, ഞാൻ ബാലൻ തന്നെ. പക്ഷെ ആരുടെ പുത്രനാണ്? അതീവ ശക്തിശാലി പിതാവിന്റെയും പരമശക്തിശാലി മാതാവിന്റെയും പുത്രൻ. അങ്ങനെയുള്ള പുത്രൻ ആ അസുരനെ വധിക്കുക തന്നെ വേണം. നിർദോഷികളെ കഷ്ടപ്പെടുത്തുന്നവനാണവൻ. കുമാരൻ കാർത്തികേയൻ ജയിക്കട്ടെ! കുമാരൻ കാർത്തികേയൻ ജയിക്കട്ടെ! കുമാരൻ കാർത്തികേയൻ ജയിക്കട്ടെ! അമ്മേ, ഇതാ എന്റെ ജയാരവും മുഴങ്ങി. എനിക്ക് യുദ്ധത്തിന് പോകാൻ അനുമതി നൽകൂ അമ്മേ. പിതാവേ, അമ്മയോട് പറഞ്ഞാലും എനിക്ക് അനുമതി തരാൻ. അമ്മേ. ഇല്ല പുത്ര, ഇല്ല. അതിനെന്റെ മനസ്സ് അനുവദിക്കില്ല. ശക്തിശാലിനി മാതാവ് തന്റെ പുത്രനെയും ശക്തിശാലിയാക്കണം. അമ്മ എന്നെ ദുർബലനാക്കുകയാണോ? കാർത്തികേയ, നീ മനസ്സിലാക്കാത്തത് എന്താണ് പുത്ര? അമ്മേ, അത് അമ്മ തന്നെ ചെയ്യേണ്ടതാണ്. അമ്മയുടെ മന്ദഹാസത്തിനർത്ഥം ശരിയെന്നല്ലേ അമ്മേ? സാമർത്ഥ്യം കാണിക്കുന്നു അമ്മയോട്? അല്ല, വീരത്വം കാണിക്കാൻ ആഗ്രഹിക്കുന്നു. അസുരന്മാരെ സംഹരിക്കുക വഴി അമ്മയ്ക്ക് കാണിക്കാൻ ആഗ്രഹിക്കുന്നു പിതാവിന്റെ മാതാവിന്റെ ആശീർവാദം പുത്രനെ എത്ര ശക്തിശാലിയാക്കുന്നുവെന്ന്. ഏത് പുത്രന്റെ ശിരസിൽ ശിവശക്തിമാരുടെ വരദായക ഹസ്തമുണ്ടോ അവനെ ആർക്കും പരാജയപ്പെടുത്താനാവില്ല. പക്ഷേ കാർത്തികേയ, എനിക്ക് അവസരം തരൂ അമ്മേ. പിന്നെ അനുമതിയും അവസാനം ആശീർവാദവും തരൂ അമ്മേ. അല്ലെങ്കിൽ മൂന്നിലേതെങ്കിലും ഒന്ന് തരൂ. ശേഷം രണ്ടും തനിയെ ലഭിക്കും. ഇത്രയും പറയാൻ നീ എവിടുന്ന് പഠിച്ചു? എന്തിനു പഠിക്കണം? ജ്ഞാനി, ധ്യാനി, ദിവ്യരുമായ മാതാപിതാക്കളുടെ പുത്രനല്ലേ ഞാൻ. അമ്മേ, ഞാൻ എന്റെ മാതാപിതാക്കളുടെ നാമം അഭിമാനം കൊണ്ട് ഉന്നതമാക്കാൻ നിശ്ചയിച്ചിരിക്കുകയാണ്. അതെനിക്ക് ദേവന്മാരുടെ ഹിതാനുസരണം എന്തെങ്കിലും പ്രവർത്തിച്ചാലേ സാധിക്കൂ. ഇനി വിളംബമരുതേ അമ്മേ. വളരെ വിഷമമാണ് ഇക്കാര്യം എന്റെ മകന്. സർവലോകരുടെയും വിഷമങ്ങൾ ദൂരീകരിക്കുന്ന പിതാവിന്റെ പുത്രനാണ് ഞാൻ. പിന്നെ എനിക്ക് വിഷമം എന്താണ്? ശിവപുത്രനാണെങ്കിൽ അർദ്ധശിവനും കൂടിയാണ്. അസുരന്മാർക്ക് ശിവനാമം തന്നെ ഭയമാണ്. പിന്നെ ശിവപുത്രനെ എന്തു ചെയ്യാനാ? വിഷമിക്കരുതമ്മേ. ഞാൻ ചിരിച്ചുകൊണ്ട് പോകും, കളിച്ചുകൊണ്ട് തിരിച്ചും വരും. മകനെ, ഞാൻ ദേവന്മാരുടെ വാക്കുകൾ കണക്കിലെടുക്കുന്നില്ല. പക്ഷേ നിന്റെ ശക്തിയിൽ പൂർണ്ണ വിശ്വാസമുണ്ട്. അമ്മേ, ഒന്ന് ചെയ്താൽ മതി. എന്റെ വാക്കുകളെ ആലോചിക്കൂ. ഈ ദേവന്മാരുടെ ശക്തിയിൽ വിശ്വസിക്കൂ. ഇവരെല്ലാവരും എന്നോടൊപ്പം യുദ്ധത്തിനുണ്ടാകുമല്ലോ. ദേവി, വാക്ക്, പരാക്രമം, വിശ്വാസം അവയുടെ സ്ഥാനത്ത് ഉചിതമാണ്. പക്ഷെ ഇതും സത്യമാണ്. താരകാസുരന്റെ വധം കുമാരൻ കാർത്തികേയന്റെ കരങ്ങളാലായിരിക്കും. നിന്റെ മമതയും പുത്രനെ പ്രതി ആശങ്കയും സുരക്ഷയെക്കുറിച്ചുള്ള ചിന്തയും ഉചിതം തന്നെ. പക്ഷെ കുമാരൻ കാർത്തികേയൻ മൂലം പൂർത്തിയാക്കാൻ പോകുന്ന കാര്യവും ഉദ്ദേശത്തിന്റെ പവിത്രതയും സർവോപരിയാണ്. സർവദേവന്മാരുടെയും സഹായം ഇവന് ലഭ്യമാണ്. ഇനി എന്റെ ആഗ്രഹമാണ്, നീ നിന്റെ സമസ്ത ആശങ്കകളും കൈവെടിഞ്ഞ് കുമാരൻ കാർത്തികേയന് ആശീർവാദം നൽകി അവനെ യുദ്ധത്തിന് അയക്കണം. ലോക നന്മയ്ക്കായി പിതാവിന്റെ ആഗ്രഹം മാനിച്ച് എനിക്ക് അനുവാദം തരൂ അമ്മേ. വിജയീ ഭവ.
ओम भद्रं कर्णेभिः शृणुयामदेवा भद्रं पश्येमाक्षभिर्यजत्राः स्थिरैरङ्गैः सुष्ठुवागुंसस्तनोर्भिर्व्यसेमहिते वहितं जदायुः। കുമാരൻ കാർത്തികേയൻ ജയിക്കട്ടെ! കുമാരൻ കാർത്തികേയൻ ജയിക്കട്ടെ! കുമാരൻ കാർത്തികേയൻ ജയിക്കട്ടെ! പ്രിയ ദേവന്മാരെ, താങ്കളുടെ ഇച്ഛ, സമയത്തിന്റെ ആവശ്യം, പ്രകൃതിയുടെ നിയമം ഇവ അനുസരിച്ച് കുമാരൻ കാർത്തികേയൻ ദേവസൈന്യത്തിന്റെ സേനാപതിയാകുക ആവശ്യമായിരുന്നു. ഞാൻ കുമാരൻ കാർത്തികേയനെ ദേവസൈന്യത്തിന്റെ സേനാപതിയായി പ്രഖ്യാപിക്കുന്നു. ദേവസേനാപതി കുമാരൻ കാർത്തികേയൻ ജയിക്കട്ടെ! ദേവസേനാപതി കുമാരൻ കാർത്തികേയൻ ജയിക്കട്ടെ! ദേവസേനാപതി കുമാരൻ കാർത്തികേയൻ ജയിക്കട്ടെ! മകനെ, സർവപൂജനീയ വ്യക്തികളുടെയും ദേവന്മാരുടെയും ആശീർവാദം വാങ്ങൂ. താരകാസുരനെ വധിക്കാൻ ഇത് നിനക്ക് സഹായകമാകും. ജഗത്തിലെ സർവശക്തികളും ഇതിൽ സംഭൂതമാണ്. വിജയീ ഭവ, വിജയീ ഭവ. പരംപിതാ ബ്രഹ്മദേവ, ആശീർവദിച്ചാലും എന്റെ ഉദ്ദേശ്യം സഫലമാകട്ടെ. ഇത് വാങ്ങൂ, ഈ ബ്രഹ്മാസ്ത്രം. ഇത് ശത്രുക്കളിൽ നിന്ന് എന്നെ രക്ഷിക്കും. ഇതാണ് എന്റെ ആശീർവാദം. പരമപൂജ്യനായ ശ്രീഹരി വിഷ്ണു എനിക്ക് ശക്തി പ്രദാനം ചെയ്താലും കുമാര, നീ സ്വയം ശക്തിപുഞ്ചമാണ്. ഇതാ ഈ വൈജയന്തിമാല. ഇത് നിന്റെ വിജയത്തിന്റെ പ്രതീകമാകും. അതാ നോക്കൂ മയൂരം, അത് നിന്റെ വാഹനമാകും. ദേവരാജൻ ഇന്ദ്രന് പ്രണാമം. കുമാര, ഇതാ ധനുഷ് ബാണം. ഇത് ദുഷ്ടൻ താരകാസുരനെ വധിക്കുവാൻ നിനക്ക് സഹായകമാകും. പ്രണാമം. വിജയം സദാ നിന്റെ ചരണങ്ങളിലാകും കുമാര. സദാ യശസ്വീ ഭവ. പ്രണാമം. കുമാര, ഇതാ വാങ്ങൂ ദണ്ഡ്. ഇത് നിന്റെ കൈവശമുള്ളപ്പോൾ മൃത്യു ഒരിക്കലും നിന്നെ സമീപിക്കില്ല. മഹേശ്വര, ശുഭമുഹൂർത്തം അടുത്തു കഴിഞ്ഞു. കുമാരൻ കാർത്തികേയന് പുറപ്പെടുവാൻ ആജ്ഞ നൽകിയാലും. കുമാര, പുറപ്പെട്ടുകൊള്ളുക പുത്ര. പുറപ്പെടാം. എന്ത്? ശിവപുത്രൻ കുമാരൻ കാർത്തികേയൻ ദേവസൈന്യത്തിന്റെ സേനാപതിയോ? നമ്മെ ആക്രമിക്കുമെന്നോ? നമ്മെ? അസുര സമ്രാട്ടിനെ, മഹാബലവാനെ, ഈ ശിവപുത്രൻ? ആ മഹാരാജൻ, ശിവപുത്രൻ. നമ്മുടെ കാലൻ ശിവപുത്രൻ? ഉപായം കാണണം മഹാരാജൻ, ആ ശിവപുത്രനെ. എന്തു ചെയ്യണം? അവനെ എതിരിടണം, യുദ്ധം ചെയ്യണം. ആ ബാലൻ ഇത്രയും സാഹസമോ? അവൻ അസുര സമ്രാട്ടിനോട് യുദ്ധം ചെയ്യുമെന്നോ? എന്താ അവൻ അറിയില്ലേ? നമുക്ക് ബ്രഹ്മാവിന്റെ വരദാനം ലഭിച്ചിട്ടുണ്ട്. നാം അജയ്യനാണ്, അജയ്യൻ, അജയ്യൻ.
അങ്ങൊട്ടും തന്നെ ഭയപ്പെടേണ്ടതായ ആവശ്യമില്ല മഹാരാജൻ. ഞങ്ങളെല്ലാം അങ്ങയോടൊപ്പമുണ്ട്. നമ്മൾ ഒത്തുചേർന്ന് ദേവസൈന്യത്തെ തരിപ്പണമാക്കും. അതെ മഹാരാജൻ, അങ്ങ് ആലോചിക്കണ്ട. വിജയം നമ്മുടേത് തന്നെ. അങ്ങ് ആക്രമിക്കാൻ കൽപ്പിച്ചാൽ നമ്മൾ ദേവന്മാരെ ചിഹ്ന ഭിന്നമാക്കും. നമുക്കിനി കാർത്തികേയനെ ആക്രമിച്ചേ മതിയാകൂ. ആക്രമണം തുടങ്ങാം. ദൈത്യരാജൻ താരകാസുരൻ, മഹാരാജൻ താരകാസുരൻ.